അസ്സലാമലൈക്കും. ദിയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു ഉന്നക്കയുടെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട്. ഭൂരിഭാഗം പേർക്കും ഉന്നക്ക ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തായാലും ഇതുതന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉന്നക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉന്നക്ക ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ പഴുത്ത പഴമാണ് കേട്ടോ എടുക്കാൻ പാടുള്ളൂ. ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ അത് ആവി കയറ്റിയെടുക്കുന്നത്. അതിന് ഉള്ളിലുള്ള ആ ചെറിയ തട്ട് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ അത് ആ പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്ത് വെക്കുന്ന ഫില്ലിങ് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂണ് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബദാം പിസ്തൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇത് ചേർത്ത് കൊടുത്തുന്നുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഏലക്കാപ്പൊടിയാണ്. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. പഞ്ചസാര ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതാ ഫില്ലിങ്സിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അതൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് പരത്തിയിട്ട് ഇതിലുള്ള ഈ ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ഓവറാക്കി കുത്തി നിറച്ച് വെക്കരുത്. അതിൽ കൊള്ളണ ഏകദേശം ഒരു പരുവത്തിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. ഒരുപാട് വെച്ചാൽ അത് നമുക്കതിനനുസരിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ അതാ ഇതിൽ കാണുന്ന രീതിയിൽ ഇതേമാതിരി ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ടൈമൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഴം നന്നായിട്ട് വെന്തതാണ്, ഉള്ളിലുള്ള ഫില്ലിങ്ങും വെന്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ആ പുറത്തൊരു കളറൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.